എല്ലാം പങ്കുവയ്ക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ. പറ്റപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും. പ്രതീക്ഷിക്കാതെ എന്നോടൊന്ന് പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു. ഉപ്പും മുളകിനകത്ത് നീലു, അതായത് നിഷാ സാരംഗ്, അപ്പൊ ഇവരെ കല്യാണം കഴിഞ്ഞു, രണ്ടാമത് ഇവരെ കല്യാണം കഴിഞ്ഞു എന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ യൂട്യൂബിനകത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ നടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ രണ്ടാമത് കല്യാണം കഴിഞ്ഞു, അപ്പൊ അതിനെ തുടർന്നിട്ടാണ് ഇപ്പൊ ഈ ഉപ്പും മുളകിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ള രീതിക്കൊക്കെ ഓരോ ന്യൂസാണ് ഇപ്പൊ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കിപ്പോയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയത്, അതായത് ഇവരുടെ തന്നെ ഒരു സിനിമയുടെ ഭാഗമായിട്ട്, ഇവർ ഡബ് ചെയ്തൊരു സിനിമയുടെ ഭാഗമായിട്ട് ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനിടയ്ക്കാണ് ഈ ഒരു സംഭവം പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. എല്ലാം പങ്കുവയ്ക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ. പറ്റപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും. പ്രതീക്ഷിക്കാതെ എന്നോടൊന്ന് പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഡബ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ മീര വാസുദേവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡബ് ചെയ്തു, ആ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഡബ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. തോമസ് ചേട്ടന് ഞാൻ വന്ന കാലം തൊട്ട്, ഇതിൻ്റെ ഡയറക്ടർ തോമസ് ഫസ്റ്റ് വന്ന കാലം തൊട്ടുള്ള പരിചയമാണ്. അപ്പോൾ അങ്ങനെ എന്നോടൊന്ന് ഡബ് ചെയ്യുമ്പോൾ അത് മാച്ച് ആവണില്ല, അവർ ആരൊക്കെയോ ചെയ്തിട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയില്ല, വേറൊരാൾക്ക് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് പരീക്ഷിച്ച് നോക്കിയതാണ്. ശരിയായില്ലോ എന്നൊന്നും എനിക്കറിയില്ല. അതാണ് എൻ്റെ ആ ശബ്ദം വരാനും പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായെന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടിട്ട് പറഞ്ഞാൽ മതി. കണ്ടായിരുന്നോ മൂന്ന്? മനസ്സിലാവുണ്ടോ ഞാനാണെന്ന്? അതാ ഞാൻ പറഞ്ഞത്. അതാണ്. അപ്പം അങ്ങനെ ഒന്ന് മാറ്റി ഒന്ന് ചെയ്ത് നോക്കില്ല. അപ്പോൾ എന്തോ ഓക്കെ. പുതിയ വിശേഷമൊന്നുമില്ല, ഇങ്ങനെ തന്നെ പോണു. ഉപ്പുമുളകും നടക്കുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. എന്ത് വിശേഷം? ജീവിതത്തിലേക്ക് കടന്നിങ്ങനെ പുതിയതല്ലല്ലോ, ജീവിതം എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണല്ലോ, അതിന് പുതുമയൊന്നും ഇല്ലല്ലോ. അതിൻ്റെ ഇടയിൽ ആ കുട്ടി ചോദിച്ചു, അതിന് ഞാൻ മറുപടി പറഞ്ഞു. ചോദിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, അത് നല്ല കാര്യമല്ലേ അത്? അപ്പോൾ നല്ലത് എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കണം, അത്രേ ഉള്ളൂ. എല്ലാ ആളുകളുടെയും സപ്പോർട്ടുണ്ട് ചേച്ചി, അതാണ്. അല്ല, എനിക്കങ്ങനെ തോന്നി. കാരണം വെച്ചാൽ എപ്പോഴും നമുക്കൊരു എല്ലാം പങ്കുവയ്ക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ. പറ്റപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ചിന്തിച്ചു, തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ മക്കളെ, ശരി. ഓക്കെ ശരി. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോനകത്ത് എവിടെയും പുള്ളിക്കാരി പറയുന്നില്ല എന്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ള ഒരു സാധനമായിട്ട് പുള്ളിക്കാരി ഉറപ്പിച്ച് അങ്ങനെ പറയുന്നൊന്നുമില്ല. ഉറപ്പിച്ചെന്നല്ല, പുള്ളിക്കാരി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും പറയുന്നില്ല. കല്യാണം കഴിഞ്ഞു അങ്ങനെ ഒരു സംഭവം ഒന്നും പറയുന്നില്ല. പുള്ളിക്കാരി പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഞാൻ പറയാ എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ തന്നെ അതിന്റെ ഇടയിൽ വന്നൊരു കമന്റ് ഞാൻ വായിച്ചു തരാം. വിവാഹം കഴിഞ്ഞു എങ്കിൽ കഴിഞ്ഞു എന്ന് തുറന്നു പറഞ്ഞൂടെ, അല്ലാതെ അങ്ങും ഇങ്ങും തൊടാതെ സംസാരിക്കരുത്, വലിയ കാര്യം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടൊരു കമന്റ്. അപ്പൊ ഇവരൊക്കെ എന്താണ്, അതായത് ഇപ്പൊ അവരുടെ ഇഷ്ടമാണ്, അവര് കല്യാണം കഴിക്കണോ കല്യാണം കഴിക്കണ്ടേ എന്നുള്ളതൊക്കെ ഈ പറഞ്ഞ അവരുടെ ഇഷ്ടമാണ്. അപ്പൊ അവര് കല്യാണം കഴിച്ചിട്ട് തന്നെ അവരുടെ ഇഷ്ടമാണ് അത് പുറത്ത് പറയണോ വേണ്ടയോ എന്നുള്ളത്. കാര്യം ഇപ്പൊ ചിലർക്ക് ആഗ്രഹം ഉണ്ടാവും അവരെ കല്യാണം പ്രൈവറ്റ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉള്ളവരുണ്ടാവും. ചിലപ്പോൾ ഈ നമ്മുടെ നിമിഷ എന്ന് പറയുന്നത് അവർ അങ്ങനത്തെ ഒരു ചിന്തയുള്ളവരും ആയിരിക്കാം. അവരെ കല്യാണം കഴിഞ്ഞിട്ട് അവർ പുറത്ത് പറയാത്തതും ആവാം. ചിലപ്പോൾ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഈ കമന്റിനകത്ത് ഇവരുടെ പറച്ചിൽ കേട്ടാൽ തോന്നും ഏതാണ്ട് ഇവരെന്നൊക്കെ പറഞ്ഞ് ഇവരൊരു പബ്ലിക് ആയിട്ടുള്ള ഒരു പബ്ലിക് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫിനകത്ത് എന്ത് കിടന്നാലും അതൊക്കെ പുറത്ത് പറയണം, അതൊക്കെ ഞങ്ങളെ അറിയിക്കണം. അല്ലാണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാണ്ട് അവരോട് ചോദിച്ചിട്ടാണ് അവരങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് അവർ അങ്ങോട്ട് കയറി പറഞ്ഞതൊന്നും അല്ല എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, ഞാനിപ്പോൾ ഒരു കല്യാണം കഴിക്കണം എന്നൊക്കെ അവരങ്ങോട്ട് കയറി പറഞ്ഞതൊന്നല്ല. ഇവർ ചോദിക്കുന്നതാണ്. ഇപ്പൊ മീഡിയ ചോദിക്കുമ്പോഴത്തേക്കും അവര് അതിനുള്ളൊരു അവർക്ക് പറയേണ്ടതെന്ന് തോന്നിയ മറുപടി അവർ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് അത്രയും വ്യക്തമായിട്ടൊന്നും പറയണമെന്നൊന്നും എനിക്ക് അതിനകത്ത് തോന്നുന്നില്ല ആ ഒരു വിഷയത്തിനകത്ത്. അപ്പൊ തന്നെ ഇത്രയൊക്കെ വന്നു കഴിഞ്ഞപ്പോ തന്നെ യൂട്യൂബിനകത്ത് പല ചാനലിനകത്തും വീഡിയോകളൊക്കെ വന്നു തുടങ്ങിയിട്ട് നമുക്ക് അപ്പൊ അതൊന്ന് കണ്ടു നോക്കാം, നല്ല രസമാണ്.
ഉപ്പും മുളകും പരമ്പരയിലെ എല്ലാ താരങ്ങളെയും എല്ലാ മലയാളികൾക്കും വളരെയധികം ഇഷ്ടമാണ്. അതിൽ പ്രധാനമായും പറയേണ്ടത് നീലു എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന നിഷ സാരംഗിനെയാണ്. ഉപ്പും മുളകും എന്ന ഒറ്റ പരമ്പര കൊണ്ട് നിരവധി ആരാധകരാണ് നിഷ സാരംഗിനുള്ളത്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് നിഷ സാരംഗ് തുറന്നു സംസാരിച്ചിരുന്നു. തനിക്ക് സംസാരിക്കുവാനും തുറന്നു പറയാനും ഒരു കൂട്ടുവേണമെന്നും അങ്ങനെ ഒരാളെ കിട്ടിയാൽ ഉടൻ തന്നെ കല്യാണം കഴിക്കുമെന്നായിരുന്നു അന്ന് നിഷ സാരംഗ് തുറന്നു പറഞ്ഞത്. എന്നാൽ ഇപ്പോഴിതാ നിഷ സാരംഗിന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ താലിമാലയും അണിഞ്ഞു വന്ന നിഷ സാരംഗിനെ കണ്ടതോടുകൂടിയാണ് ആരാധകർ ഇത് ചർച്ചയാക്കുന്നത്. മക്കൾ രണ്ടുപേരും വളർന്നു വലുതായി. ഒരാൾ ഉപരിപഠനത്തിനും പോയി, ഒരാളുടെ കല്യാണവും കഴിഞ്ഞു. താൻ ഒറ്റയ്ക്കായി എന്ന് തോന്നിയപ്പോഴാണ് തനിക്കൊരു ജീവിതത്തിൽ കൂട്ടുവേണമെന്ന് ആലോചിച്ചത്. അത് വളരെ നല്ല കാര്യമാണെന്നും അത് തെറ്റായിട്ട് തനിക്ക് തോന്നിയിട്ടില്ല എന്നുമാണ് നീലു മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. വാർത്ത പുറത്തു വന്നതോടുകൂടി നിരവധി ആരാധകരാണ് നിഷ സാരംഗിന് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തുന്നത്. ഉടൻ തന്നെ ഉപ്പും മുളകും പരമ്പരയിലേക്ക് തിരിച്ചെത്തണമെന്നും തങ്ങൾ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞ് നിരവധി ആരാധകർ രംഗത്തെത്തുന്നുണ്ട്. ഇതൊക്കെ നിഷ സാരംഗ് അറിഞ്ഞിട്ടുണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം കല്യാണം കഴിഞ്ഞു, അതേപോലെ എവിടെ വെച്ചാണ് കല്യാണം കഴിച്ചത്, അതേപോലെ എന്താണ് ആ സമയത്ത് ഇട്ടേച്ചത്, ഇതൊക്കെ എല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ എവിടെ നിന്നാണ് സോഴ്സ് എന്ന കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം ഇവരൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം കിട്ടുമ്പോൾ തന്നെ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് ഇറക്കുന്ന പല രീതിയിലുള്ള ചാനലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഇപ്പൊ അവരെവിടെയും പറഞ്ഞായിട്ടൊന്നും എന്റെ അറിവിനകത്തില്ല അവരെ കല്യാണം കഴിഞ്ഞു എന്ന്. ഈ ആ ഒരു ഒറ്റ വീഡിയോ മാത്രമേ ഞാൻ ഇത് റിലേറ്റഡ് ആയിട്ട് അവരെ കണ്ടുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറെ ഇപ്പൊ ഈ ഒരു വിഷയം, അതായത് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടുമ്പോ തന്നെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നതിനെ പറ്റിയിട്ട് നിമിഷ എന്നുള്ള വായിൽ വരുന്നത് നിഷ സാരംഗ് ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു. അത് പറയാൻ എനിക്ക് പേടിയാണ് കേട്ടോ. അത് മോൾക്ക് ഒരു പ്രപ്പോസൽ വന്നപ്പോ അവൾക്ക് അത് പറഞ്ഞിട്ട് അത് വേറെ ന്യൂസ് ആയിട്ടൊക്കെ വന്നു യൂട്യൂബില്. അത് പിന്നെ സ്ഥിരം പരിപാടിയാണല്ലോ വേറെ ന്യൂസ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഈ അതുപോലും പറയാൻ പറ്റും. കുട്ടിക്ക് കല്യാണാലോചന വരണതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്ന വേറെ ന്യൂസ്, വരുന്ന അടുത്ത ന്യൂസ് പറഞ്ഞത് വേറെ എന്തെങ്കിലും ആയിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് ഈ പെൺകുട്ടികളുള്ള വീട്ടിൽ ഇപ്പൊ ആൾക്കാർ പ്രപ്പോസലായിട്ട് വരും. അത് നേരെ വേറെ അടുത്ത ചാനലിൽ എടുത്തിരുന്നത് എനിക്ക് വന്നൊന്നും പറഞ്ഞായിരിക്കട്ടെ. അങ്ങനെ ഇട്ടു. അങ്ങനെ വന്നതുകൊണ്ട് എനിക്കിപ്പോ ആ പേര് പറയാൻ പോലും പേടിയാണ്. ഓക്കെ, അപ്പൊ കേട്ടല്ല. അതായത് ഇത് തന്നെയാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് അതേപോലെ സോഷ്യൽ മീഡിയ, മെയിനായിട്ട് സോഷ്യൽ മീഡിയയിലെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഭയങ്കര വിഷയമായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാര്യം ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിച്ചിട്ട് അങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ കണ്ട ഒരു വീഡിയോ എനിക്ക് അതിൻ്റെ ഒരു ഭാഗം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ നിഷ പറഞ്ഞ പോലെ തന്നെയാണ് ആ ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു മാരേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പുറത്ത് പറയണമെന്നുണ്ടെങ്കിൽ അവര് വന്നിട്ട് പറയും. അപ്പൊ നമ്മളൊക്കെ അറിഞ്ഞാൽ മതി. അല്ലാണ്ട് അത്രയും ഇതായിട്ടൊക്കെ ഇരിക്കാനായിട്ട് എന്തുവാടേ? അവരുടെ ലൈഫല്ലേ, അവരുടെ ലൈഫ് അവർ ജീവിക്കട്ടെ. അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർക്ക് കല്യാണം കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കട്ടെ, ഇല്ലെങ്കിൽ കല്യാണം കഴിക്കണ്ട. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. ഇപ്പൊ രണ്ടാമത് കെട്ടണോ അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. അപ്പൊ അത്രയായിട്ടാണ് എനിക്ക് ആ ഒരു വിഷയം തോന്നിയിട്ടുള്ളൂ. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ നിഷയുടെ കല്യാണം കഴിഞ്ഞോ എന്ന് ആ ഒരു ന്യൂസ് വല്ലതും നിങ്ങൾക്ക് അറിയോ? എല്ലാം നിങ്ങൾ വീഡിയോയുടെ സൈഡ് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം സബ്സ്ക്രൈബ് ചെയ്താൽ. അപ്പോൾ എല്ലാവരും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക്